കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോടുണ്ടായ കാർ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഇന്നലെയാണ് ഈ അപകടമുണ്ടായത്. രണ്ടുപേർ മരിച്ചിരുന്നു, രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആ ദൃശ്യങ്ങൾ ഇങ്ങനെയാണ്. കൊടിയുടെ ഒരു ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയ്ക്കങ്ങ് വ്യക്തതയില്ല. പക്ഷെ ആ ബസ്സിനെ പെട്ടെന്ന് മറികടന്നെത്തി ഇങ്ങോട്ടേക്ക് ഇടിച്ചു കയറുന്നതായിട്ടാണ് അറിയുന്നത്. രാഹുൽ കെ വിവരങ്ങൾ വേണ്ടി. രാഹുൽ, ഇന്നലെ രണ്ടുപേരുടെ മരണം, രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്ക് അല്ലേ ഈ അപകടത്തിൽ? അതിവിഷാദേ രണ്ടുപേർക്ക് ജീവൻ നഷ്ടമാവുകയും ഒപ്പം രണ്ടുപേർ ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്ന അപകടമാണ്. ഇന്നലെ വൈകിട്ട് 3 മണിയോടുകൂടിയാണ് ദേശീയപാതയിൽ അമ്പായത്തോട് വെച്ച് അപകടം സംഭവിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ്. അതായത് ഒരു ടൂറിസ്റ്റ് ബസ് നേരെ എതിർദിശയിൽ വന്ന വളവാണ്. അവിടെ ബസ് പോകാൻ പാടില്ലാത്തൊരു ഭാഗത്തൂടെ കയറിയാണ് ബസ് മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് പോകുന്നത്. ഇതാണ് അപകടത്തിന് കാരണമായിരുന്ന ഈ CCTV ദൃശ്യം പരിശോധിച്ച് അവിടെയുള്ള നാട്ടുകാരൊക്കെ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ കൂടുതൽ വ്യക്തത ദൃശ്യങ്ങളിൽ ഇല്ല എന്നത് തന്നെയാണ് സ്ഥിതി. രണ്ടുപേർക്കാണ് ജീവൻ നഷ്ടമായിരുന്നത്. അതായത് ആ കാറ് നിയന്ത്രണം വിട്ട് റോഡരികിൽ തന്നെയുള്ള മരത്തിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു. കക്കോവ് കോട്ടുംപാടം ആലിയുടെ ഭാര്യ ദീപാത്തിമ 80 വയസ്സും മകൻ അബ്ദുൾ റസാഖിന്റെ ഭാര്യ റുബീന 40 എന്നിവരാണ് ഈ അപകടത്തിൽ മരിച്ചിരുന്നത്. രണ്ടുപേർക്കാണ് പരിക്കേറ്റത്. ഷംന റുബീനയുടെ, അതായത് മരിച്ച റുബീനയുടെ മകളായ ഷംന, അതുപോലെ ഷംനയുടെ ഭർത്താവ് മുബഷിർ അലി എന്നിവർക്കാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. എന്തായാലും ദേശീയപാതയിൽ ഈ മേഖലയിൽ വാഹനങ്ങൾ നല്ല വേഗതയിലൊക്കെ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഈ ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകരുകയും പിന്നീട് നാട്ടുകാർ ഓടിക്കൂടി വെട്ടിപ്പൊളിച്ചാണ് ആളുകളെ പുറത്തെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. ഏതായാലും അപകടത്തിന്റെ CCTV ദൃശ്യം, ഈ ബസ് തെറ്റായ രീതിയിൽ കയറിയതാണ് അപകടത്തിന് കാരണമായതെന്നാണ് ഇപ്പോൾ ഏതായാലും സമീപത്തുണ്ടായിരുന്ന ആളുകളൊക്കെ പറയുന്നത്. ബസ് റോങ് സൈഡ് കയറി വന്നു, പെട്ടെന്ന് വെട്ടിച്ചതാണ് കാറ് ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് പോയതെന്ന് മനസ്സിലാകുന്നു. രണ്ടുപേരുടെ മരണം സംഭവിച്ചു, രണ്ടുപേർ പരിക്കേറ്റ ആശുപത്രിയിലുമാണ്.